1979 വിപ്ലവത്തിന് ശേഷം 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഭരണവീഴ്ചകൾ സൃഷ്ടിച്ച കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയെ നേരിടുകയാണ് ഇറാൻ. ഉപരോധങ്ങൾ മൂലം തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയും ഇസ്രായേലിൽ നിന്നും യുഎസിൽ നിന്നുള്ള യുദ്ധഭീഷണിയും ഇറാന്റെ ആശങ്കകൾ ഇരട്ടിയാക്കി. രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാക്കിയ 70കളിലെ പ്രതിസന്ധികളിൽ നിന്ന് ഭിന്നമായി ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രബിന്ദു തകർന്നടിയുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ്. ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതും ഇറാൻ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്താൻ കാരണമായി. ഒരു $42 42,000 എന്ന നിലയിലായിരുന്ന മൂല്യം ഡിസംബർ 28 ആയപ്പോഴും 14 ലക്ഷമായി ഇടിഞ്ഞു. പണപ്പെരുപ്പം 52% മുകളിലായി. പുതിയ ആണവ കരാറിന് ഇറാൻ വഴങ്ങാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ യുഎസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ് റിയാലിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വരൾച്ചയും ഈ വർഷം ഇറാൻ അനുഭവിച്ചു. ഗ്രാൻഡ് ബസാറിലെ മറ്റും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലെ വ്യാപാരികൾ കടയടിച്ച് തെരുവിലിറങ്ങി. ഇതോടെ ഇറാന്റെ 31 പ്രവിശ്യകളിൽ 25-ലും പ്രക്ഷോഭം പടർന്നു. ഏതാണ്ട് 200 കേന്ദ്രങ്ങളിലാണ് സർക്കാർ വിരുദ്ധ പ്രകടനങ്ങൾ നടന്നത്. പ്രക്ഷോഭങ്ങൾ രൂക്ഷമായതോടെ ഭരണകൂടം അടിച്ചമർത്താൻ നടപടി ആരംഭിച്ചു. ഇന്റർനെറ്റ് നിരോധിച്ചാൽ ആധികാരിക വിവരങ്ങൾ പുറത്തു ലോകത്തേക്ക് എത്തുന്നില്ല. പ്രക്ഷോഭം സാവധാനം തീവ്രമാച്ചു വരികയാണെന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തെളിയുന്നത്. ചിലയിടങ്ങളിൽ സൈന്യത്തെ വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സൈനിക മേധാവി ഭരണകൂടത്തെ പിന്തുണ പ്രഖ്യാപിച്ചത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമാനിക്ക് ആശ്വാസകരമാണ്. ഔദ്യോഗിക ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിൽ 1000-ലേറെ ഇറാനികളുടെ രക്തം പുരണ്ടിട്ടെന്നും ആരോപിച്ചു. യുഎസിന്റെ പിന്തുണയിൽ ജൂൺ ഇസ്രായേൽ നടത്തിയ അക്രമത്തെക്കുറിച്ചായിരുന്നു ആ പരാമർശം. റിസാ ഷാ പഹ്ലവി രണ്ടാമന് അനുകൂലമായി ഉയരുന്ന മുദ്രാവാക്യങ്ങളാണ് ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തുന്നത്. 1979 ഖുമാനി വിപ്ലവത്തോടെ അധികാരഭ്രഷ്ടനായ ഷാ മുഹമ്മദ് റിഷയുടെ മകനാണ് ഇദ്ദേഹം. വിദേശത്താണിപ്പോൾ. ജനങ്ങളുടെ പരാതി കേൾക്കുമെന്ന് ഉറപ്പ് നൽകിയും സാമ്പത്തിക അരാജകത്വം പരിഹരിക്കാൻ ശ്രമിച്ചുമാണ് പ്രതിഷേധക്കാരെ ശാന്തമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ആദ്യപടിയായി ഓരോരുത്തർക്കും ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പ്രതിമാസം $7 വീതം നൽകും. തുടർന്ന് വിനിമയ നിരക്കുകൾ പിടിച്ചു നിർത്താനും വിപുലമായ സാമ്പത്തിക നടപടികൾക്ക് ശ്രമിക്കും. 76 വയസ്സുള്ള ആയത്തുള്ള അലി ഖമാനിയുടെ ആരോഗ്യനില വഷളാതെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമി ആരെന്ന അനിശ്ചിതത്വമുണ്ട്. പിൻഗാമി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ 3 പുരോഹിതന്മാരുടെ പേരുകൾ ഖമാനിയിൽ നിർദ്ദേശിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്.